CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് വീണ ഇഡിക്ക് ഇമെയിൽ അയച്ചു. ആവശ്യമായ രേഖകൾ ഇഡിക്ക് കൈമാറാൻ ഒരുക്കമാണെന്നും വീണയുടെ ഇമെയിലിൽ അറിയിച്ചു. അഭിഭാഷകർ ഹാജരായി രേഖകൾ കൈമാറുമെന്നാണ് വീണ ഇഡിയെ അറിയിച്ചത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും നാളെ ആയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടിരുന്നത്. എന്തായാലും വീണ നാളെ ഹാജരാകില്ല എന്നൊരു വിവരമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ വീണ നാളെ ഹാജരാകില്ല എന്നൊരു കാരണം ഇപ്പോൾ ഇഡി പരിഗണിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? നാളെയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ കൊച്ചിയിലുള്ള ഇഡി അധികൃതർക്ക് മുന്നിൽ ഹാജരാകേണ്ട ദിവസം. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ അവധി ചോദിച്ചിരിക്കുകയാണ്. പകരം അഭിഭാഷകർ വഴി അവരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയും വിവിധ രേഖകളും നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഭിഭാഷകർ നാളെ രാവിലെ തന്നെ ഇഡിക്ക് മുന്നിൽ ഹാജരായി ഈ വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇഡി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടില്ല. ഒരു പക്ഷേ അവധി സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് വേണ്ടി മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു അവധി ആയതുകൊണ്ട് തന്നെ ഇഡി അതിനൊരു പരിഗണന നൽകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് 8 പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. ശശിധരൻ കർത്ത, ഒപ്പം തന്നെ MD ആണ് ശശിധരൻ കർത്ത CMRLൻ്റെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ ഉൾപ്പെടെ അതിൽ ജനറൽ മാനേജർ, അങ്ങനെ തുടങ്ങുന്ന 8 പേര് കൂടി ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ പട്ടിക. പക്ഷേ ആ പട്ടികയിലുള്ള ഒന്നാമത്തെ ആളായ വീണ നാളെ ഹാജരാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം ഇന്നലെയാണ് ഇമെയിൽ വഴി അവരുടെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക് വേണ്ടി അഭിഭാഷകൻ എത്തും. ആ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട, കാരണം ഈ ഇഡി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് SFIOയുടെ തയ്യാറാക്കിയ, അല്ലെങ്കിൽ SFIO ഇവരെ വീണയെ ചെന്നൈയിൽ വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ലഭിച്ച വിവരങ്ങളാണ്. 138 വിവരങ്ങൾ ഇവർ കൈവശം ഉണ്ട് എന്നാണ് SFIO എന്നറിയിച്ചിട്ടുള്ളത്. ആ വിവരങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് വേണ്ടിയുള്ളൊരു ചോദ്യാവലി തന്നെ ഇഡി തയ്യാറാക്കിയിരുന്നു. ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ മറുപടികളും അടങ്ങുന്ന വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് വീണ ഈ പ്രത്യേക അന്വേഷണ സംഘം, ഇഡിയുടെ അന്വേഷണ സംഘത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇഡി വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അതേസമയം CMRLലെ മറ്റ് ആളുകളെ ചോദ്യം ചെയ്യുന്ന തുടരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമാണ് അത് കൃത്യമായി ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ അനുകൂല വിധി ലഭിച്ചതോടുകൂടി തന്നെ വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ അവർ ചെയ്തത് SFIOയുടെ കൈവശം ഉണ്ടായിരുന്ന അന്വേഷണ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ചില സെറ്റിൽമെൻറ്റുകളുടെ ഭാഗമായിട്ട് CMRL ഹാജരാക്കിയ രേഖകളും ആ രേഖകളുമായി ബന്ധപ്പെട്ട് വീണ കൈപ്പറ്റിയ തുകയും ആ തുകയിൽ എന്തുമാത്രം പൈസ എങ്ങനെയൊക്കെയാണ് ലഭിച്ചതും ആ ഇമെയിൽ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SFIOയുടെ കൈവശം ഇപ്പോൾ തെളിവായിട്ടുള്ളത്. ആ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ഇഡിയുടെ കൈവശവുമുണ്ട്. അത് അനുസരിച്ചുള്ള ചോദ്യാവലിയാണ് ഇഡി തയ്യാറാക്കിയിരുന്നത് വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി. ആ ചോദ്യം ചെയ്യലാണ് മാറ്റി വയ്ക്കപ്പെടുന്നത്. അതേസമയം CMRLലെ മറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് തുടരും എന്നുള്ളത് ഉറപ്പാണ്. ഏകദേശം 2017 മുതൽ 2023 വരെയുള്ള കാര്യങ്ങൾ ഇഡി അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ഈ മാസപ്പടി കൈപ്പറ്റുമ്പോഴേക്കും അവിടെ എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വ്യക്തത ലഭിക്കുന്നില്ല. അതേസമയം ചില സ്ഥലങ്ങളിലൊക്കെ ഇവർ അവ്യക്തമായി പറഞ്ഞു പോകുന്ന ഒരു കാര്യം സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് എന്നാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ സാങ്കേതിക വിജ്ഞാനം അവർക്ക് സഹായകരമായി നൽകിയിട്ടുണ്ട് എന്നാണ് എക്സാലോജിക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ ഇല്ല. അതേസമയം മറ്റു ചില കണക്കുകൾ അനുസരിച്ച് അത് അനൗദ്യോഗിക കണക്കുകളാണ്. പ്രതിമാസം 8 ലക്ഷം രൂപ വീതം എക്സാലോജിക്കും വീണയും കൈപ്പറ്റിയിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഏകദേശം 2,78 ലക്ഷം രൂപയുടെ ആരോപണങ്ങളാണ് വീണ ടിക്കെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ളതും അത് തന്നെയാണ് ഇഡി മുന്നോട്ട് വച്ചിട്ടുള്ളതും. പക്ഷേ ഇതിൽ പ്രധാനമായും CMRL മറ്റ് പലർക്കും ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്കാണ്. ഇതിൽ വീണയ്ക്ക് കടം നൽകിയിട്ടുണ്ട്. അത് 50 ലക്ഷം രൂപയാണ്. പിന്നീട് ഈ 50 ലക്ഷം രൂപ വീണ മടക്കി നൽകിയിട്ടുള്ളതായും രേഖകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈസ പല രീതിയിലായി നൽകിയത് എന്തുദ്ദേശത്തോടു കൂടി എന്നുള്ളതാണ് ഇഡി ഇപ്പോൾ തിരയുന്നത്. അതിനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ വീണയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി
ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടന്നത് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അത് പിന്നീട് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കും പ്രതിഷേധത്തിലേക്കുമൊക്കെ വഴിവെച്ചിരുന്നു. അതിൻ്റെ രാഷ്ട്രീയം മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ വീണയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകളോട് CPIM മറ്റൊരു തരത്തിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം വീണയെ പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ആളെന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇനി ഇടപെടേണ്ട എന്നൊരു നീക്കമാണ് CPIMൻ്റേത്. അതുകൊണ്ട് തന്നെ വീണയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ ഒന്നിനും തന്നെ സാധ്യത കുറവാണ്. ഒരു പക്ഷേ അടുത്ത ആഴ്ച തന്നെ വീണ്ടും ഇന്ന് ഒരു പക്ഷേ ED ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് മറുപടി നൽകും അവധി അപേക്ഷയ്ക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വീണ്ടും വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാകില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് EDക്ക് ഇപ്പോൾ വീണ മെയിൽ അയച്ചിട്ടുള്ളത്. ആവശ്യമായ രേഖകളൊക്കെ EDക്ക് കൈമാറാൻ ഒരുക്കമാണെന്നും വീണയുടെ ഇമെയിലിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അഭിഭാഷകരൊക്കെ രേഖകൾ കൈമാറുമെന്നാണ് ഇപ്പോൾ വീണ EDയെ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് DB നോയ.